നിർമ്മാതാവും വിതരണക്കാരനും സെൻസർ ബോർഡ് മുൻ അംഗവുമായ ഗോപൻ ചെന്നിത്തല ചേരുന്നുണ്ട്. ശ്രീ ഗോപൻ ചെന്നിത്തല, ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ഘോരഘോരം പ്രസംഗിക്കുന്ന ഇടത് നേതാക്കൾ, അല്ലെങ്കിൽ ഈ പിണറായി സർക്കാരിൽ തന്നെയുള്ള മന്ത്രിമാർ, എന്തിന് മുഖ്യമന്ത്രി പോലും എമ്പുരാന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാചാലനായൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ TP51 എന്ന സിനിമ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ സിനിമയെ സിനിമയായി കാണണമെന്ന് പറഞ്ഞവർ തന്നെ പുറത്തിറക്കാൻ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർക്ക് ഗട്ട്സ് ഉണ്ടോ എന്നൊരു ചോദ്യമാണ് അതിൻ്റെ സംവിധായകൻ ചോദിച്ചിരിക്കുന്നത്. ആ ഗട്ട്സ് പിണറായി സർക്കാർ കാണിക്കുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഈ സിനിമ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം അർഹിക്കുന്ന അല്ലെങ്കിൽ അത് അനിവാര്യമായ ഒരു കലയാണ്. അതില് ഈ TP51 എന്ന് പറയുന്ന സിനിമ നേരിട്ട പ്രതിസന്ധി നമ്മളെല്ലാവരും കേൾക്കുകയും കാണുകയും ചെയ്തിട്ടുള്ളതാണ്. ഒരു സിനിമ സൃഷ്ടിക്കാൻ ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ, അതിന്റെ ബുദ്ധിമുട്ടുകൾ ഒക്കെ അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇന്നത്തെ ഈ എമ്പുരാൻ എന്ന സിനിമ റിലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാക്കുന്ന വിവാദങ്ങൾ, ഇതുപോലെയുള്ള പ്രതിസന്ധികൾ നേരിട്ട നിരവധി ചിത്രങ്ങളുണ്ട്. അതുപോലെ കേരള സ്റ്റോറി, മറ്റേ കാശ്മീർ ഫയല്, ഇത്തരം ദേശീയതയും അതുപോലെ മാനുഷികമായ നിരവധി പ്രമേയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സിനിമകൾ ഇതേപോലുള്ള ഇടത് ലിബറൽ പാർട്ടികളിൽ നിന്നും ഇത്തരം ആക്രമണങ്ങൾ നേരിടാറുണ്ട്. അതിനൊന്നും ഈ പറയുന്ന വേണ്ട തരത്തിലുള്ള ഒരു സ്വീകാര്യത കിട്ടാഞ്ഞിട്ടല്ല, അതിനെ ജനങ്ങളുടെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അതിനെ ഭീതിയും അതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞിട്ട് അതിനെ വേറൊരു രീതിയിൽ അതിനെ ചിത്രീകരിക്കുകയാണ് കേരളത്തിൽ നടക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനമായാലും ഇടത് ബുദ്ധിജീവികളുടെ ഒക്കെ ഒരു ഇടപെടൽ ആ തരത്തിലാണ്. അത് സിനിമാ മേഖലയിൽ അത് കൂടുതലാണ്. പ്രത്യേകിച്ച് ദേശീയമായ വിഷയങ്ങളെ പ്രമേയങ്ങളാക്കിയിട്ടുള്ള ചിത്രങ്ങളും അതുപോലെയുള്ള വിഷയങ്ങളെ ഒക്കെ കാണുമ്പോൾ അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ TP51 എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ട സംരക്ഷണം കൊടുത്ത് അത് റിലീസ് ചെയ്യാനുള്ള അനുമതി സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണം. അതിനാവശ്യമായ അതിന്റെ കേരളത്തിൽ ചിത്രീകരിച്ചൊരു സിനിമയല്ലേ, അതൊരു സിനിമ എന്നുള്ള രീതിയിൽ അതിനെ കണ്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ സംസ്ഥാന ഗവൺമെന്റ് അതിന് വേദിയൊരുക്കണം. മറ്റ് തിയേറ്ററുകാരോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായതായിട്ട് ആ സംവിധായകൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടത് തന്നെയാണ്.